ഗൂഗിളാണ് ഏറ്റവും വലിയ വഴികാട്ടി. അതിന്ന് തെറ്റാണ് അല്ലേ? എല്ലാവരും ഇപ്പൊ ഗൂഗിൾ അടിച്ചിട്ടല്ലേ പോകുന്നത്. എവിടേക്ക് പോയാലും ഗൂഗിൾ അടിച്ചിട്ടാ പോവാ. ഞാൻ കണ്ണൂർ പരിപാടിക്ക് പോയപ്പോൾ ഗൂഗിളിലൂടെ പോയി നേരെ ഒരു പേപ്പട്ടിയുടെ മുന്നിലാണ് പോയി ചാടിയത്. റബ്ബർ തോട്ടത്തിനകത്ത് ഒരു പേപ്പട്ടി പടച്ചവൻ. അപ്പോഴാണ് നമ്മൾ ഇത് കേട്ടുള്ളത്, ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി ചാടിക്കുന്നുള്ളത്. അതിന്റെ ഒരു വരവ് സുബ്ഹാനല്ലാ. വണ്ടിയിൽ നിന്ന് ഡോർ തുറന്നേ ഉള്ളൂ, എന്റെ വരവ് കണ്ടപ്പോഴേ കയറി അകത്തേക്ക് വണ്ടി അടക്കം അത് തീർന്നു പോകാൻ. അപ്പൊ ഈ ഗൂഗിൾ കൊണ്ടുപോയി എത്തിച്ച വഴികാട്ടിയത് അങ്ങനെയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ നെറ്റുകളൊക്കെ നമ്മളെ ഇടങ്ങേറാക്കും നമുക്ക് മനസ്സിലായി. ഇന്ന് നമ്മുടെയൊക്കെ ഉസ്താദന്മാർ ആരാന്ന് ചോദിച്ചാല് പണ്ടുള്ള മഹാന്മാരായ ഉസ്താദന്മാരുടെ പേരൊന്നും ഇപ്പൊ പറയൂല. ഇപ്പൊ നമ്മുടെ ഉസ്താദന്മാരെ ബഹുമാനപ്പെട്ട യൂട്യൂബ് ഉസ്താദ്, എല്ലാവരുടെ ഉസ്താദ് ഇപ്പൊ യൂട്യൂബല്ലേ. ഈ അടുത്ത സമയത്ത് ഒരു പെണ്ണ് പ്രസവിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അവളുടെ ഡോക്ടർ യൂട്യൂബി. ഇന്ന് നമ്മുടെ സഹോദരിമാര് പാചകം ചെയ്യുമ്പോ അവർക്ക് പാചക കസരത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത് കുക്ക് യൂട്യൂബാണ്. അപ്പൊ അതേപോലെയാണ് വാദവും ഈ യൂട്യൂബിലാണ്. ഇപ്പൊ ആളുകൾ ഇപ്പൊ ഈ ലൈവ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നേരിട്ട് വന്നിപ്പോ വാത് കേൾക്കാൻ വലിയൊരു താല്പര്യമൊന്നും കാണൂല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് കാലുമേക്കാലൊക്കെ എടുത്ത് വെച്ച് രണ്ട് തലങ്ങണിയൊക്കെ എടുത്ത് ഒന്ന് കാലിലും ഒന്ന് തലയിലും ഒക്കെ വെച്ച് ആ LCD-യിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിനകത്തിരുന്ന പ്രശ്നം. ഇത്രയും സംവിധാനം ഉള്ളപ്പോ ഇവിടെ എന്തിനു വരണ ഈ മഴയും പിടിച്ചിട്ട്? അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും ആളുകൾ. നല്ല ഇൽമിന്റെ സദസ്സിൽ വരുന്നതിന് മാത്രം കിട്ടില്ല. എന്തായാലും എനിക്ക് വലിയൊരു ആഗ്രഹം, ഒരു താല്പര്യം, ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവാക്കളെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇന്ന് ഇവിടെ കൂടുതൽ യുവാക്കളാണ്. ഞാനീ പോകുന്ന മജ്‌ലിസിൽ മൊത്തം കിളവനും കിളവികളും. ഞാൻ പോകുന്ന മജ്‌ലിസ് നല്ലത് വാഴ കേൾക്കാൻ കൂടുതലും വരുന്ന അവരാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇന്ന് പറയേണ്ടതാരാ? യുവാക്കളാണ്, യുവതികളാണ്. 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് ഈ എക്സ്പയറായ സാധനങ്ങളാണ് വാഴ കേൾക്കാൻ വരുന്നത്. എന്ത് ഫായിദ? UG അകത്തിരിക്കുന്നു, OG പുറത്തു വരുന്നു. ഈ 5Gയുടെ കാലഘട്ടത്തില് യഥാർത്ഥത്തിൽ OG ആണ് വീട്ടിൽ ഇരിക്കേണ്ടത്. കാരണം വയസ്സായി, പല ദിക്ർ വിഭാഗത്തും ഒക്കെ ചെയ്ത് വീട്ടിലിരിക്കാം. ആ UG-യെ പറഞ്ഞ് പുറത്തേക്ക് വിട്. കുറച്ച് 3G-യെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇല്ല. പിന്നെ ഭാവികാല വൈറസ് എന്ന് പറഞ്ഞ കുറെ റിപ്പോർട്ട് കണ്ടില്ല. ഇപ്പൊ ഒന്നും അറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ വൈറസ് കയറുന്നതേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഇവിടുത്തെ നമ്പർ 1 വൈറസായിട്ട് മാറാം. അന്നത്തെ കാലഘട്ടം തന്നെയാണ്. കൊച്ചുകുട്ടികളൊക്കെ ഹദീസിനകത്ത് വരുന്നുണ്ട്. ഒരായത്ത് ഞാൻ ഓതുമ്പോ ഇൻഷാ അല്ലാഹ് എനിക്ക് പറഞ്ഞത് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾ പറയാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ആരിഫും ബില്ല ആയി മാറാനുള്ള ഒറ്റ കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഉമ്മ തന്റെ കുട്ടിക്ക് കൊടുത്ത തർബിയത്ത്, തസ്കിയത്ത്, ഹലാലായ ഭക്ഷണം, അതും കൊണ്ട് നമ്മൾ അത് വെച്ച് നമ്മൾ തുടങ്ങിയാൽ മതി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല പറഞ്ഞു, മോനെ, ആര് എന്ത് പറഞ്ഞാലും പിടിച്ചാലും നീ കളവ് പറയരുത്. അതുകൊണ്ടാണ് കള്ളം പിടിച്ചപ്പോ പോലും പൈസ ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതാ എന്റെ ഉമ്മ ഇവിടെ തയ്ച്ചു വെച്ച് തന്നിട്ടുണ്ടെന്ന് ഒളിപ്പിച്ചു വെച്ചു കൊടുത്തത് കള്ളം എടുക്കാതിരിക്കാൻ. ആ കള്ളത്തരം പറയാതിരിക്കാൻ സത്യസന്ധമായ നിലപാട്. എവിടെയൊക്കെ തിരിഞ്ഞാലും അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല ഉണ്ടായിരുന്നു. അവിടുത്തെ ഉസ്താദ് 3 പേരെ വിളിച്ചിട്ട് 3 കോഴിയെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും കാണാതെ അറുത്തിട്ട് വരണം. ഇവര് 3 പേരും കൂടെ ഒരു കാട്ടിൽ പോയി. 2 പേര് ആരും കാണാതെ അറുത്തുണ്ടെന്ന് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു. ആരും കാണാതെ അറുക്കാൻ പറ്റാത്തത് കൊണ്ട് നേരെ കൊണ്ട് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഉസ്താദെ, ആരും കാണാതിരിക്കാൻ പറ്റില്ല, അള്ളാഹു കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അറക്കാൻ പറ്റില്ല. നമ്മളെ റാത്തീബിൽ ചൊല്ലുന്നില്ല ദിക്ർ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹുവേ, നീ ഹാദിറാണ്, നീ
നാദിറാണ്. എന്റെ ഓരോ പ്രവൃത്തികളും എന്റെ ഓരോ സ്വഭാവങ്ങളും ചെയ്തികളും നീ കാണുന്നവനാണ് പടച്ചവനെ. അതിന് നീ സാക്ഷിയാണ് പടച്ചവനെ. ഷാഹിദി, അല്ലാഹുവേ ഞാൻ എന്ത് ചെയ്യുന്നുവോ അതിന് നീ സാക്ഷ്യം വഹിക്കുന്നവനാണ് പടച്ചവനെ. അല്ലാഹു മഈ, നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ട് പടച്ചവനെ. കണ്ടോ, ഈ ഒരു ദിക്ർ അർത്ഥമറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ദുനിയാവിൽ ഒരു തെറ്റ് ചെയ്യാൻ പറ്റുമോ? അവരാണ് വലിയ. എന്ത് പ്രവൃത്തി ചെയ്താലും എന്റെ റബ്ബെ ഞാൻ കാണുന്നുണ്ട്, അല്ലാഹ് എന്റെ കൂട്ടത്തിലുണ്ട്, പടച്ചവൻ ഞാൻ ചെയ്യുന്നതിന് സാക്ഷ്യമാണ്, അല്ലാഹു ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒക്കെ ഔലിയാക്കളായിരുന്നു. പ്രസംഗിക്കുന്ന എനിക്കില്ല, പിന്നെയാണ് നിങ്ങൾക്കുള്ളത്. നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു തേങ്ങ നടന്നാൽ ഇപ്പൊ നമ്മൾ നോക്കും, എടാ തേങ്ങ ഒരു വില 40 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് പോയതാണ് മൊഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു മഹത്വമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പോയ അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കും, ആരുമില്ല. പതുക്കെ എടുത്തിട്ട് ബിസ്മില്ലാ റഹ്മാൻ റഹീം പറഞ്ഞ് ശ്രദ്ധിക്കത്തോട്ടൊക്കെ കേട്ടു. ഈ ദിക്ർ മറന്നുപോയി താത്ത. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. സഹോദരീ സഹോദരാ, ഈ എടുക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട്, അവൻ സാക്ഷ്യമാ. നാളെ ആഖിറത്തിൽ ഇത് ഹാജരാക്കേണ്ടി വരുമെന്ന ചിന്തയുണ്ടോ? എവിടെ പോയാലും എന്ത് സാധനം എടുത്താലും ഇതെല്ലാം അല്ലാഹു കാണുന്നവനാണ്, ശ്രദ്ധിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരിക്കലും അതിലേക്ക് നമ്മുടെ കൈകൾ നീട്ടരുതേ. ഇതായിരുന്നു മഹാന്മാർ. നല്ല കാണുന്നുണ്ട്, ആരും കാണുന്നില്ല നിങ്ങൾ ധരിക്കണ്ട. എപ്പോഴും മഹാനവറുകൾ ചൊല്ലുന്ന ഒരു ദിക്റാണ് യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അല്ലാഹുമായുള്ള ബന്ധം തന്റെ കൽബിൽ നിന്ന് മാറിയാൽ ജനാബത്ത് ഉണ്ടായതുപോലെയാണെന്ന്. കൽബിൽ നിന്ന് അല്ലാഹുമായിട്ടുള്ള ബന്ധം മാറിപ്പോയാൽ ജനാബത്ത് ഉണ്ടായതുപോലെയാണ്. അങ്ങനെയാണ് അവസ്ഥ. മഹാന്മാരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. CM മടവൂർ റഹ്മത്തുള്ളാഹി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എപ്പോഴും കുളിക്കുക, കൂടുതൽ സമയം കുളിക്കുക. എന്താണ് അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഇതാണ്, അള്ളാഹുവായിട്ടുള്ള ബന്ധം വിടുമ്പോൾ അവർക്കൊരു ജനാബത്തുണ്ട്, വലിയ ശുദ്ധി ഉണ്ടായതുപോലെ. പെട്ടെന്ന് പോകുന്നു, കുളിക്കുന്നു, വരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു മഹത്തുക്കൾ, ആരിഫികൾ. നമ്മൾ ഒറിജിനൽ ജനാബത്തായ പോലും കുളിക്കൂല. അത് നമ്മുടെ സ്വഭാവം. ഒരു മഹാനവറുകൾ, ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ലാഹു നിന്നോട് എങ്ങനെയാണ് സമീപിച്ചതെന്ന് ആ മഹാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ഞാൻ ജനാബത്തുകാരനായിട്ട് കുളിക്കാൻ മറന്നുപോയി. ഫഅൽബസനി അല്ലാഹു സൗബൻ മിനന്നാർ വഅതഖല്ലബു ബൈന ജംബൈ. ഞാൻ കുളിക്കാത്തതിന്റെ പേരിൽ, വലിയ ശുദ്ധിക്കാരനായിട്ട് കുളിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ഒരു പുതപ്പ് എന്നെ പുതപ്പിച്ചിരിക്കുകയാണ്. അതഖല്ലബു ഫീഹി ലൈലൻ വനഹാറാ. ഞാൻ രാവും പകലും അതിലൂടെ കിടന്ന് മറിയുകയാണ് മഹാനേ എന്ന് സ്വപ്നത്തിൽ അദ്ദേഹം കാട്ടിക്കൊടുക്കുകയാണ്. മഹാന്മാര് എന്താണ് മരിച്ചുപോയാൽ എന്ത് സംഭവിക്കും ചോദിക്കോരോട്. എങ്ങനെയുണ്ട് മഹത്തുക്കളൊക്കെ എങ്ങനെയായിരുന്നു? സൂക്ഷ്മത. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ, ലാ യനാമു മൽജാ വലാ യഅകുലു സമീനാ വലാ യശ്റബു ബാരിദൻ 60 സനാ. 60 വർഷക്കാലത്തോളം മെത്തയിൽ കിടന്ന അദ്ദേഹം ഉറങ്ങിയിട്ടില്ല, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ടേയില്ല.
വലാ യശ്റബു ബാരിദാ, തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടേ ഇല്ല. 60 ആമാ, 60 വർഷക്കാലത്തോളം. എന്തിനാണ് അള്ളാഹെ പേടിച്ചിട്ട്? അള്ളാഹെ പേടിച്ചിട്ട് കാരണം അല്ലാഹു നാളെ ചോദിക്കും, അലം നുസഹ്ഹിദ് ഇസ്മക വനുറവിക മിനൽ മാഇൽ ബാരിദ്, നിനക്ക് നാം ആരോഗ്യം നൽകിയില്ലേ, കുടിക്കാൻ തണുത്ത വെള്ളം നൽകിയില്ലേ? ആ തണുത്ത വെള്ളത്തിന്റെ പേരിലും നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഓർത്തോ, ഓരോ കടയിലൊക്കെ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ കളക്കും. ചിലർ ഇടത് കൈ കൊണ്ട് കുടിക്കും. ഒന്ന് നിന്ന് കുടിക്കുക, ഇടത് കൈ കൊണ്ട് കുടിക്കുക, ബിസ്മി ചൊല്ലാതെ കുടിക്കുക. ഇതൊക്കെ ശൈത്താന്റെ പണിയാണ്. നമ്മൾ ശൈത്താന്മാരായതുകൊണ്ടാണ്. ഒരാൾ നിന്ന് കുടിച്ചാ മനസ്സിലാക്കണേ, ഇടത് കൈ കൊണ്ട് കുടിച്ചാ മനസ്സിലാക്കണേ. ഫൈന ശൈത്താന യശ്റബു ബിശിമാലിഹി വയകുലു ബിശിമാലിഹി, പിശാചാണ് ഇടത് കൈകൊണ്ട് കഴിക്കുന്നത് കുടിക്കുന്നത്. അതുകൊണ്ട് ഇടത് കൈകൊണ്ട് കഴിച്ചാലും കുടിച്ചാലും അവന്റെ ജീവിതത്തിൽ ബർക്കത്തേ ഉണ്ടാവുകയില്ല. ഇടത് കൈ കഴിക്കാൻ പാടില്ല. ഇടത് കൈ ശൗച്യം ചെയ്യാനാണ്. കക്കൂസി പോകുമ്പോൾ കഴിയാനുള്ളതാണ് ഇടത് കൈ. അള്ളാഹു തന്നിരിക്കുന്നതിനാണ്, അല്ലാതെ തിന്നാനെന്നല്ല. ചന്തി കഴുകിയിട്ട് ആ കൈ കൊണ്ട് തിന്നാ, അതിനാണ് അല്ലാഹു തആല ഈ കൈ തന്നിരിക്കുന്നത്, വലത് കൈ. ഏത് കാര്യങ്ങളും നമ്മൾ വലത് കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത്, വാങ്ങേണ്ടത്. നാളെ നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ കയ്യിൽ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടണം എന്നാണല്ലേ നമ്മുടെ ദുആ. അല്ലാഹുമ്മ അഅ്തിനാ കിതാബനാ ബിയമീനിനാ വഹാസിബനാ ഹിസാബൻ യസീറാ. അല്ലാഹുവേ, ഞങ്ങളുടെ വലത് കൈയിൽ നീ ഗ്രന്ഥം നൽകണേ അല്ലാ. ഞങ്ങളുടെ വിചാരണ നീ ലഘൂകരിച്ചു തരണമേ അല്ലാ. പടച്ചവനെ, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവരിൽ നിന്ന്, മുതുകിന്റെ പിന്നാലെ ഞങ്ങളുടെ ഗ്രന്ഥം കെട്ടിവെക്കപ്പെടുന്നതിൽ നിന്ന് എന്നോട് കാവൽ തേടുന്നു അല്ലാ. ഞങ്ങളുടെ വലത് കൈയിൽ ഞങ്ങളുടെ ഗ്രന്ഥം നൽകണേ നാഥാ. എല്ലാവരുടെ ദുആയാണ് വലത് കൈയിൽ ഗ്രന്ഥം. അതുകൊണ്ട് വലതിനെയാണ് മുന്തിക്കേണ്ടത്. ഏത് കാര്യത്തിലും വലതിനെ മുന്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഇടത് കൈ കൊണ്ട് കഴിക്കരുത്, കുടിക്കരുത്. അങ്ങനെ കഴിക്കുക കുടിക്കുക ചെയ്താൽ അവൻ ശൈത്താനാണ്. അപ്പോഴേ മനസ്സിലാക്കണം. ശൈത്താനെ കാണാൻ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. പള്ളിയിൽ പോയി നിന്നാൽ മതി, ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്കകത്തുനിന്ന് ആര് വെളിയിലോട്ട് പോകുന്നു? ശൈത്താൻ. ശൈത്താനെ കണ്ടുപിടിക്കാനുള്ള ചില വഴികളാണതല്ല. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവൻ ശൈത്താൻ. വീട്ടിൽ ആളുണ്ടോ എന്ന് ചോദിക്കട്ടെ, ശൈത്താൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. സുബഹി നിസ്കരിക്കാതെ കിടന്നാലും ശൈത്താനാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ശൈത്താൻ. ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ശൈത്താൻ. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മടിയുള്ള മുജാഹിദുകളാണ്. സലാത്ത് ചൊല്ലണം, ദുആയിക്ക് ആമീൻ പറയണം. അതുകൊണ്ട് നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ചുമ്മാ ആദർശം പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കത് കാണിച്ചുകൂടെ കൊണ്ടല്ലേ. നമ്മളൊക്കെ സുന്നി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, നബിതങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി ചെറുതായിട്ടെങ്കിലും പറയുന്നതായിട്ട് ചുണ്ടനങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറുതായിട്ടെങ്കിലും നിങ്ങൾ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നെങ്കിൽ ചുണ്ടനങ്ങും. ആ ചുണ്ട് അനങ്ങുന്നില്ല, ഇത് കുത്തിക്കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പൊ ആദരവായ റസൂലുള്ളാഹി ഉഷാറാവട്ടെ, അല്ലാതെ പിന്നെ എന്തപ്പാ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഒരുപാട് നിഅമത്തുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ശാരീരികമായി സാമ്പത്തികമായി എല്ലാ നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അല്ലാഹു ചിലർക്ക് ചിലരെക്കാൾ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ത് എന്ന് നമുക്ക് അറിയിച്ചു തരുന്നു.
അതാണ് മഹത്തുക്കൾ മരണപ്പെട്ടതിന് ശേഷവും അവരുടെ ആ ഖബറിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു മുനാജാത്ത്, ഒരു മനാമ്. അതാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഹസ്സാൻ ബിൻ അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അത്രയ്ക്ക് സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ ആളെ ഒരു മെത്തയിൽ കിടന്നുറങ്ങിയാൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ പിടിച്ചു നിർത്തപ്പെടുമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനയോലയിൽ നെയ്ത മെത്തയിൽ കിടന്നില്ലേ, പായിൽ കിടന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരമാസകലം ആ പനയോലയുടെ അടയാളമായി. ഹബീബായ തങ്ങളുടെ മുബാറക്കായ മേനി തണുത്ത് കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബക്ക് വല്ലാത്ത വിഷമമായി. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, ലവിത്തഖദ്നാ ലക വിതാഅ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് ഞങ്ങളൊരു മെത്ത വാങ്ങി തരട്ടെയോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയോ സ്വഹാബ? ഞാനൊരു യാത്രക്കാരനാണ്, ഒരു യാത്രക്കാരനാണ്. അവന്റെ യാത്രയുടെ ഇടയിൽ അവനൊരു വടവൃക്ഷം കാണുമ്പോ, ഒരു തണൽ വൃക്ഷം കാണുമ്പോ ക്ഷീണിച്ച് അവശനാകുമ്പോ യാത്രാ മധ്യേ ഒരു തണൽ വൃക്ഷത്തിന്റെ ചുവട്ടില് അല്പസമയം വിശ്രമിച്ച് തന്റെ ശരീരത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുമ്പോ ആ തണൽ വൃക്ഷത്തെ ഒഴിവാക്കിയിട്ട് വീണ്ടും യാത്ര ചെയ്തു പോകുന്ന കേവലം ഒരു യാത്രക്കാരനാണ് ഞാൻ. അതായത് ഈ ദുനിയാവിൽ കൂടുതൽ കാലം ജീവിക്കാൻ വിധിക്കപ്പെട്ടവനല്ല കേട്ടോ. ഏത് സമയത്തും മരണപ്പെട്ടു പോകാം. ഒരു ബസ് കാത്തു നിൽക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ മാത്രമേ എനിക്ക് ഈ ദുനിയാവിൽ താമസമുള്ളൂ സ്വഹാബ. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് മെത്തയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഴികളെ അനുധാവനം ചെയ്ത മഹത്തുക്കളാണ്, ആരിഫീങ്ങളാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതിൽപ്പെട്ട ഒരു വലിയാണ് ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, മെത്തയിൽ കിടന്നതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ ചോദ്യമുണ്ടാകുമല്ലോ എന്ന് ഭയന്നിട്ട് അദ്ദേഹം ലായനാമു മൽജാ, മെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. വലാ യഅകുലു സമീനാ, കൊഴുപ്പുള്ള ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടേ ഇല്ല. അല്ലാഹുവേ, നമ്മൾ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ 6 മണിക്ക് പുട്ടും കയറും കൊണ്ട് തുടങ്ങുന്നത്, രാത്രി 12 മണിക്ക് അൽഫാം കൊണ്ടല്ലേ പൂർത്തിയാക്കുന്നത്. ഇതിന് എത്ര സമയങ്ങളാണ് ദിവസം തോറും കഴിക്കുന്നത്? ഒന്ന് കണക്കെടുത്ത് നോക്കണേ. സുബ്ഹാനല്ലാഹ്, നാളെ ഹിസാബില്ലേ, ഹിസാബില്ലേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങള് പട്ടിണി കിടന്നിട്ട് സഹിക്കവയ്യാതെ, വീട്ടിൽ ഉറങ്ങാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി വരികയാ. മദീന പട്ടണത്തിലൂടെ നടന്നു നീങ്ങുമ്പോ കുറ്റാക്കൂരിട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ തനിച്ചു നിൽക്കുമ്പോ അതാ അങ്ങ് വിദൂരത്ത് ഒരു രൂപം കാണുകയാണ്. ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂബക്കറും ഇറങ്ങി വരുന്നത് കൊടും പട്ടിണിയുടെ പേരിലാണ്. പട്ടിണി കൊണ്ട് സഹിക്കവയ്യാതെ വിശന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങുകയാ. എവിടെ നിന്നെങ്കിലും വല്ല ഭക്ഷണം കിട്ടുമോ എന്ന് കരുതിയിട്ട് അപ്പോഴാണ് ഹബീബായ ഷഫീയായ റസൂലുള്ളാഹി തങ്ങൾ ഇതാ റോഡിൽ നിൽക്കുന്നത് കണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഈ പാതിരാ സമയത്ത് ഈ വഴിയോരത്തിൽ വന്ന് കാത്തു നിൽക്കുന്നത് എന്താണ് ഹബീബേ? എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേക്ക് അർപ്പണമാകട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മറച്ചു വെക്കുകയാ.
അബൂബക്കറെ, വിശപ്പിന്റെ കാഠിന്യമാണ് എന്നെ ഇങ്ങോട്ടേക്ക് നയിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അതുപോലെ തന്നെയാണ് തന്റെ ശിഷ്യഗണമായ അബൂബക്കർ സിദ്ദീഖും പറഞ്ഞില്ല. നബിയേ, വിശപ്പിന്റെ കാഠിന്യത്താലാണ് പുറത്തേക്ക് വന്നതെന്ന് പോലും പറഞ്ഞില്ല. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, നീ എവിടേക്കാണ് ഈ പാതിരാ സമയത്ത്? ഉടനെ അബൂബക്കർ റൂട്ട് മാറ്റിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് നബിയേ. പക്ഷേ സംഭവം അതല്ല, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സഹിക്കവയ്യാതെ ഇറങ്ങി വന്നതാണ്. ഇതാ അല്പസമയം കഴിഞ്ഞപ്പോ മൂന്നാമതും ഒരു രൂപം കാണുകയാണ്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ സഹാബിയായ അബൂബക്കർ, ഹബീബായ നബി തങ്ങളും ചിരിച്ചിട്ട് ചോദിക്കുന്നു, ഉമറേ, ഈ പാതിരാ സമയത്ത് നിങ്ങൾ എങ്ങോട്ടാണ് ഉമറേ? മഹാനായ ഉമർ മറച്ചു വച്ചില്ല, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വിശപ്പാണ് നബിയേ, വല്ലാത്ത വിശപ്പ് കൊണ്ട് സഹിക്കവയ്യാതെ പിടിച്ചു നോക്കി നബിയേ, നിക്കക്കള്ളിയില്ലാതെ ഇറങ്ങിയതാണ് യാ റസൂലല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തന്റെ രഹസ്യം പൊട്ടിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, എനിക്കും സംഭവിച്ചത് അത് തന്നെയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവർ രണ്ടുപേരും പറഞ്ഞ സ്ഥിതിക്ക്, യാ റസൂലല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും ഏതൊരു നീയത്തിലാണോ, ഏതൊരു ലക്ഷ്യത്തോടെയാണോ ഇറങ്ങി വന്നത്, അത് തന്നെയാണ് എന്നെയും ബാധിച്ചത് നബിയേ. അങ്ങനെ മൂന്ന് പേരും മറ്റൊരു സഹാബിയുടെ വീട്ടിലേക്ക് പോവുകയാ. ആ സഹാബി അല്ലാഹുവിന്റെ റസൂലാണ് കടന്നു വരുന്നത് എന്ന് കണ്ടിട്ട് സന്തോഷത്തോട് വീട്ടിലേക്ക് ആനയിച്ച് ആദരിച്ചവിടെ ഇരുത്തിയിട്ട് തന്റെ വീട്ടിലുണ്ടായിരുന്ന പഴയ കാരക്ക കൊടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്പമൊന്ന് ക്ഷമിക്കണേ, ഇന്ന് പഴുത്ത് തുടുത്തു നിൽക്കുന്ന പാകമായ മരത്തിലുള്ള ഈ തപ്പന മരത്തിലുള്ള ആ പച്ചയായ കാരക്ക കൊണ്ടുവരാം നബിയേ. ആ സഹാബി പോയി ആ പാതിരാ സമയത്ത് ആ മരത്തിൽ കയറിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ കൊണ്ടുവന്നു കൊടുത്ത് നബിയും സഹാബാക്കളും അല്പം കഴിച്ചുകൊണ്ട് പട്ടിണിക്ക് ഒരു ശമനം കിട്ടിയപ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അബൂബക്കറേ, ഉമറേ, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇന്ന് നമ്മൾ വയറ് നിറച്ചില്ലേ, ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ നമുക്ക് സമാധാനം പറഞ്ഞേ മതിയാവൂ. നമ്മളെ പോലെ 4 നേരം തിന്നിട്ടല്ല സഹോദരാ, 5 നേരം തിന്നിട്ടല്ല സഹോദരാ, ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് ഒരു കാരക്ക കൊണ്ട് വയറ് നിറച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂബക്കറേ, ഉമറേ, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ തിന്ന കാരക്കയുടെ പേരിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ മറുപടി പറഞ്ഞ് മതിയാവൂ കേട്ടോ. നമ്മളൊക്കെ എത്ര ഷവർമാക്ക് മറുപടി പറയണം, എത്ര ഷവായാക്ക് മറുപടി പറയണം, എത്ര അൽഫഹമിന് മറുപടി പറയണം. ഞാനടക്കമല്ല ഒരു ഷവായ കണ്ട പെട്ടെന്ന് വണ്ടി നിർത്തുന്നു, തിന്നുന്നു, പോകുന്നു. ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന്, 6 മണിക്കൊന്ന്, 9 മണിക്ക് ഗുളിക കഴിക്കുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മറുപടിയാണ് പറയേണ്ടത്. പട്ടിണി കിടന്ന നബിയും സഹാബാക്കളും തിന്നിട്ട് പറയുകയാണ്, ഇതിന്റെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ മറുപടി പറയണം. ഈ ഒരു പാരമ്പര്യത്തെ പിൻപറ്റിയ ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ യഅകുലു സമീനാ, വയറ് നിറച്ചവർ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചു. സമാധാനം പറയണം. ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ, ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു തആല അൻഹു വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. വലാ യശ്റബു ബാരിദാ, തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. ഫമാ
അദ്ദേഹം മരണപ്പെട്ടു പോയി. 60 വർഷക്കാലത്തോളം അങ്ങനെ ശുദ്ധിയോടെ, പരിശുദ്ധിയോടെ, സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനുഭാവൻ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ തന്റെ അനുയായികൾ സ്വപ്നത്തിൽ കാണുകയാണ്. മാ ഫഅലല്ലാഹു ബികാ, അള്ളാഹു നിങ്ങളോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഖൈറാ, എല്ലാം ശരി തന്നെ, പക്ഷേ ഇല്ല അന്നി മഹ്ബൂസുൻ അൻ ഇബ്റാ ഇസ്തഅർതുഹാ ഫലം അർദഹാ. എല്ലാം ശരി തന്നെ, റാഹത്താണ്, ഖൈറാണ്, പക്ഷേ അന്നി മഹ്ബൂസുൻ അനിൽ ജന്നാ, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എന്തിന്റെ പേരിലാണെന്ന് പറയട്ടെ, ഒരു സൂചിയുടെ പേരിലാണ്. ഞാനതൊരു അയൽപക്കക്കാരനിൽ നിന്ന് കടം വാങ്ങിയതാണ്. മരണപ്പെടുന്നതിന് മുമ്പ് ഫലം മറുത്ത, അത് മടക്കി കൊടുക്കാൻ മറന്നുപോയി. ആ ഒരു സൂചിയുടെ പേരിൽ ഞാനിപ്പോ ഈ ഖബറിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മഹാനായ വലിയുല്ലാഹി ഹസ്സാൻ ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു. ഒരു സൂചി ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് വെച്ച് പറയാം. എന്റെ പൊന്നു പെങ്ങളെ, സഹോദര സഹോദരി, അയൽപക്കക്കാരിൽ നിന്ന് സൂചിയും നൂലും നമ്മൾ വാങ്ങാറുണ്ട്. പണ്ടൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് തയ്ച്ചിട്ട് അത് മടക്കി കൊടുക്കാതെ ഏതെങ്കിലും കലണ്ടറിൽ കൊണ്ടുപോയി കുത്തിവെക്കും. അവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് നശിക്കുന്നതല്ലാതെ ആസിയാടെ ആമിനാടെ വീട്ടിൽ നിന്ന് വാങ്ങിയ ആ സൂചിയും നൂലും നമ്മൾ മടക്കി കൊടുക്കൂല. സൂചിയല്ലേ, ഒരു സൂചിയല്ലേ, ഒരു നൂലല്ലേ, എത്ര മടക്കി കൊടുക്കണം? കൊടുക്കൂല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തേ അദൂ അൽ ഖിയാത വൽ മിഖ്യത ഫഇന്നൽ ഗുലൂല ആറുൻ വനാറുൻ വശനാറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തേ, ഒരു സൂചിയാകട്ടെ, ഒരു നൂലാകട്ടെ, അതിന്റെ അവകാശികൾക്ക് നിങ്ങൾ മടക്കി കൊടുക്കണേ. കാരണം ഫൈനൽ ഗുലൂല ആറുൻ വനാറുൻ വശനാറുൻ അലാ അഹ്ലിഹി യൗമൽ ഖിയാമ. ആരാണോ ഒരു സൂചി മോഷ്ടിച്ചത്, ആരാണോ ഒരു നൂല് മോഷ്ടിച്ചത്, അതിന്റെ പേരിൽ ആഖിറത്തിലെ ഖിയാമത്ത് നാളിൽ അവരും അവരുടെ കുടുംബക്കാരും ലജ്ജിക്കേണ്ടി വരും, മുഖം താഴ്ത്തേണ്ടി വരും, നരകത്തിന്റെ തീ അനുഭവിക്കേണ്ടി വരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. സൂചി നൂലും നമ്മൾ ആരാണ്ട് കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് പൈസ കൊടുക്കാതെ എത്ര പേരുണ്ട്? കോഴിക്കാരന് കടവാ, പലചര കച്ചവടക്കാരന് കടവാണ്, പച്ചക്കറി കച്ചവടക്കാരന് കടവാണ്, കച്ചവടം നടത്തിയവനെല്ലാം കട പൂട്ടിയിട്ട് പോയി. കിട്ടാ കടമാണ്. ഓർക്കണേ, ആരിൽ നിന്നെങ്കിലും ഒരു സൂചിയുടെ അളവെങ്കിലും നമ്മൾ വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരിച്ചു പോയാൽ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഭൂതി വേണ്ട കേട്ടോ. ബഹുമാനപ്പെട്ട മഹാന്മാരുടെ സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഔലിയാക്കളെ, ഒരു സൂചിയുടെ പേരിൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, സൂചിയുടെ പേരിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അത്രത്തോളം ഞാൻ സൂക്ഷിച്ച് ജീവിച്ചു. പക്ഷെ ഒരു സൂചി കടം വാങ്ങി അത് മടങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ല, മറന്നുപോയി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ കടബാധ്യതകൾ, മാതാപിതാക്കളുടെ കടങ്ങളും ബാധ്യതകളും മക്കൾ ജീവിച്ചിരിക്കുമ്പോ അത് തീർക്കണേ, കൊടുത്തു വീടണേ. അത് കൊടുത്തു വീടാതെ മരിച്ചു പോകല്ലേ. വാപ്പാടെ കബറിൽ തീയായിരിക്കും കേട്ടോ, വാപ്പാടെ കബറിൽ അഗ്നിയായിരിക്കും കേട്ടോ. വാപ്പാടെ കടമിടപാട് വീട്ടേണ്ടത് മക്കളാ. ആ മക്കളാ കടമിടപാട് വീട്ടിയില്ല എങ്കിൽ ആ കബർ ആളി കത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹദീസ് കേട്ടോ. ആദരവായ റസൂൽ
റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഒരു മയ്യത്ത് വരുമ്പോ നബി തങ്ങൾ ചോദിക്കും, ഹൽ അലൈഹി ദീനുൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ, കടമിടപാടുകൾ ഉള്ള മയ്യത്താണോ? സഹാബാക്കൾ പറയും, ഇല്ല നബിയേ. ഫസല്ലാ അലൈഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് നമസ്കരിക്കും കേട്ടോ. മദീന പള്ളിയിലെ ഹബീബായ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോ ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും ഒരു സ്വഹാബി വഫാത്തായാലും നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ഒന്ന് നമസ്കരിപ്പിക്കാതെ ഏതെങ്കിലും ഒരു മയ്യത്തിന് പൊറുക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഏത് മയ്യത്ത് വന്നാലും നബി തങ്ങൾ ചോദിക്കുകയാ, ഹൽ അലൈഹി ദൈൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുണ്ടോ സഹാബാ? രണ്ട് മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ബാധ്യതകളില്ല എന്ന് പറഞ്ഞ് സഹാബാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിപ്പിച്ചു. മൂന്നാമതൊരു മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല ബാധ്യതകളുമുണ്ടോ? സഹാബത്ത് പറഞ്ഞു, തലാസത്തു ദനാനീർ, 3 ദിനാർ കടക്കാരനാണ് നബിയേ. രണ്ടാമത്തെ ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഹൽ തറക ശൈആ, ഈ 3 ദിനാർ കടം വീട്ടാൻ വല്ല വസ്തുക്കളും ഈ സഹാബി ഉപേക്ഷിച്ചിട്ടാണോ മരിച്ചു പോയത്? സഹാബത്തെ, ബഹുമാനപ്പെട്ട സഹാബാക്കൾ പുച്ഛം നോക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഈ 3 ദിനാർ കടം വീട്ടാനുള്ള വസ്തുവില്ലാത്ത മനുഷ്യനാ, പാപ്പരാണ് ഈ കിടക്കുന്നത് നബിയെ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നായകനിതാ ആ ജനാസയിൽ നിന്ന് മയ്യത്തിൽ നിന്ന് പുറകോട്ട് മാറിയിട്ട് സഹാബത്തിനോട് പറയുകയാണ്, സല്ലൂ അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിപ്പിച്ചോ ഈ മയ്യത്തിന്, കടബാധ്യതയുള്ള മയ്യത്ത് നമസ്കരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല സഹാബാ. ഇതിനാണ് ഈ പള്ളിയിലെ ഇമാമികൾ ചോദിക്കുന്നത്. മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോ ഇമാമികൾ ചോദിക്കുന്നത് എന്തിനാണ്? വല്ല ബാധ്യതയുണ്ടോ, വല്ല ഇടപാടുണ്ടോ? ചോദിക്കുന്നത് എന്തിനാ? ഉണ്ടെങ്കിൽ മക്കൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയണം, എന്റെ വാപ്പാടെ കടം എന്നോട് നിങ്ങൾ ചോദിക്കും, ഞാൻ ആ ഇടപാട് പൂർത്തീകരിച്ചു കൊള്ളാം എന്ന് പറയുമ്പോഴാണ് ഇമാമ നമസ്കരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ നമസ്കരിപ്പിക്കും? ഈ ബാധ്യതയോടുകൂടി ഈ മയ്യത്തിനെ കബറിൽ കൊണ്ടുവച്ചാൽ ആ കബറിൽ സ്വസ്ഥത കിട്ടൂല. നബി തങ്ങൾ നമസ്കരിപ്പിച്ച മയ്യത്താണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറകോട്ട് മാറിയപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതമായി, പടച്ചവനെ, നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ ഒരു സഹോദരന്റെ മയ്യത്ത് അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാതെ പോയാൽ പിന്നെ നമുക്ക് എന്ത് വിഷമമായിരിക്കും? സ്വഹാബത്ത് പരസ്പരം ചോദിച്ചു, ആർക്കാണ് ഇദ്ദേഹം പണം തരാനുള്ളത്? ആ മയ്യത്ത് ഹാദിറായ ഒരു വ്യക്തികൾക്കുമില്ല. ഉടനെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഏറ്റവും പുറകിലത്തെ സഫിലായിരുന്നു. അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നിട്ട് പറയുകയാണ്, സല്ലി അലൈഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണേ, വഅലയ്യ ദൈനുഹു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മയ്യത്ത് നമസ്കരിപ്പിക്കണേ, ഞാൻ അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തോളാം. ഞാൻ ഏറ്റെടുത്തോളാം. സല്ലല്ലാ അലൈഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചു, മയ്യത്തിനെ കൊണ്ടടക്കി. 2 ദിവസം കഴിഞ്ഞു. മദീന പള്ളിയുടെ ഓരത്തുകൂടി അബൂ ഖതാദ നടന്നു വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അബൂ ഖതാദ, ഇന്നലെ ആ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് ഏറ്റെടുത്ത കടം നീ വീട്ടിയോ? നബിയെ, മറന്നുപോയി യാ റസൂലല്ലാഹ്, ഇപ്പോ വീട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സഹാബി വേഗം പോയി ആ കടം വീട്ടിയിട്ട് ഇലാ ഹദറത്ത് റസൂലില്ലാഹ്, നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നിട്ട് ഖദൈതു ദൈനഹു യാ റസൂലല്ലാഹ്,
അദ്ദേഹത്തിന്റെ കടം ഞാൻ വീട്ടി നബിയേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്ന് പറയട്ടെ സഹോദരങ്ങളെ. യാ അബാ ഖതാദ ഫൽആന ബറദത് അലൈഹിൻ നാർ. ഈ 2 ദിവസം വരെ ഈ ഖബർ തീയായിരുന്നു സഹാബ. അദ്ദേഹത്തിന്റെ കടം വീട്ടിയപ്പോഴാണ് ആ ഖബറിൽ തീ അണഞ്ഞതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പാടെ മടക്ക കടം പള്ളിയിൽ ഏറ്റെടുത്തിട്ട് മക്കള് സുഖിച്ച് ജീവിക്കുകയാണ്. പാവങ്ങള്. നബി ഹദീദ് സഹിഹാണ്, വളവും തിരിവുള്ള ഹദീദല്ല. നബിതങ്ങൾ നമസ്കരിപ്പിച്ച മയ്യത്തില് ഖബറിൽ കത്താണ്, പാവമാണെങ്കിൽ അല്ലാഹ് മാപ്പാക്കി കൊടുക്കും. ഇത് മറ്റുള്ളവന്റെ ഹക്കാണ്, മറ്റുള്ളവന്റെ ബാധ്യതയാണ്. അത് അടച്ചേ മതിയാവും. അതില്ലെങ്കിൽ അതിന്റെ പേരിൽ ആഖിറത്തിൽ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുന്നത് വരെ നരകത്തിൽ കിടക്കേണ്ടി വരും. അതൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ധാരാളം ആയത്തുകളും ഹദീസുകളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു അബീ സലാം റളിയല്ലാഹു അൻഹു മഹാൻ ഇത്രത്തോളം ഭൗതികമായ ലോകത്ത് സൂക്ഷ്മത പുലർത്തിയിട്ട് ഒരു സൂചിയുടെ പേരിൽ അന്നി മഹ്ബൂസുൻ അനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ അദ്ദേഹം വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത് അദ്ദൂ അൽ ഖിയാത വൽ മിഖ്യത. നിങ്ങൾ സൂചിയായാലും നൂലായാലും എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ സാധനമാണെങ്കിലും അത് നിങ്ങൾ മടക്കി കൊടുക്കണേ. ഒരു ഹിന്ദു സഹോദരന്റെ പൈസയാണ് വാങ്ങിയതെങ്കിലും മടക്കി കൊടുക്കണേ മുസ്ലിമേ. നമ്മളൊക്കെ നോക്കുമ്പോ മുസ്ലിം അല്ലല്ലോ, ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനിയല്ലേ, ജൂതനല്ലേ, നസ്രാണിയല്ലേ, എന്തിനാണ് അവനിൽ നിന്ന് വാങ്ങിയത് മടക്കി കൊടുക്കണം? അയ്യപ്പന്റെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് 10 രൂപയുടെ ചായക്ക് 8 രൂപയെ കൈവശമുണ്ടായിരുന്നുള്ളൂ. അയ്യപ്പ നാളെ ഞാൻ വരുമ്പോ തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേ ദിവസം മരിച്ചുപോയെങ്കിൽ ആ 2 രൂപ അയ്യപ്പൻ പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ പേരിൽ ഈ സുലൈമാൻ കാക്ക ആഖിറത്തിൽ പിടിക്കപ്പെടും കേട്ടോ. ഒരു ഹിന്ദു സഹോദരനല്ലേ? ഇസ്ലാമിന്റെ നിലപാട് അങ്ങനെയാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂത മതക്കാരനോ ജൈന മതക്കാരനെന്നോ BJP കാരനെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്സുകാരനെന്നോ ഒന്നുമില്ല. അവന്റെ ഹക്ക് അവന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നീ മടക്കി കൊടുക്കണം. അത് കൊടുത്തിട്ട് നീ മരിക്കാവൂ, ഇല്ലെങ്കിൽ നാളെ ഇതിന് പരിഹാരം നീ കാണേണ്ടി വരും ആഖിറത്തിൽ. ഇതാണ് മുസ്ലിമിന്റെ നിലപാട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി, പക്ഷെ സ്വർഗത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല ഈ സൂചിയുടെ പേര്. നമ്മൾ സൂചിയൊന്നും അല്ലല്ലോ എടുത്തിട്ടുള്ളത്, സൂചിയാന്നേ സമാധാനം ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടുള്ള സ്വർണ്ണ സൂചികളാണ്. പള്ളികളിൽ നിന്ന് എത്ര ചെരുപ്പുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. പള്ളിയിലത്തെ ചെരുപ്പ്, ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഈ ചെരുപ്പ് ഒരു നിസ്സാരമായിട്ട് നിങ്ങൾ കാണണ്ട. ഖൈബറിന്റെ യുദ്ധത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും കേട്ടോളി. സഹാബാക്കളുടെ ചരിത്രം ഞാൻ പറയുന്നത്. സഹാബാക്കൾ നബിയും ഖൈബറിന്റെ യുദ്ധത്തില് ഖൈബറിന്റെ രണാകളത്തിൽ ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും നടന്ന് പോവുകയാണ്. നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ മരിച്ചു കിടക്കുന്നു, ആരൊക്കെ ഷഹീദായി മരിച്ചു കിടക്കുന്ന സഹാബാക്കളുടെ അരികിലൂടെ സ്വഹാബി നബിയും സഹാബാക്കൾ നടന്നു പോകുമ്പോ ആ മരുഭൂമിയിൽ കിടക്കുന്ന ആ മയ്യത്തിന്റെ അരികിൽ നിന്നിട്ട് സഹാബാക്കൾ പറയുകയാണ്, ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, നബിയേ ഇദ്ദേഹത്തിന് ഷഹാദത്ത് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. നബി തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. പിന്നീട് അടുത്ത വ്യക്തിയുടെ അരികിലേക്ക് പോയി ആ മരിച്ചു കിടക്കുന്ന സഹാബിയുടെ അരികിൽ പോയിട്ട് സഹാബത്ത് പറയുകയാണ്, ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ഒരു മൂന്നാമത്തെ സഹാബിയുടെ അരികിലേക്ക് നബിയും സഹാബാക്കളെ കടന്നുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ, ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്,
നബിയേ ഈ സഹാബി ഷഹീദാണെന്ന് പറയൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഒരുപക്ഷേ നബി തങ്ങളെ കേട്ട് കാണില്ല എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും സഹാബാക്കൾ ഓർമ്മിപ്പിക്കുകയാണ്. ഹനി അല്ലഹു ഷഹാദത്തു യാ റസൂലല്ലാഹ്. നബിയേ അദ്ദേഹം ഷഹീദാണ്, അദ്ദേഹം ഷഹീദാണ്, ഖൈബറിൽ ഷഹീദായ വ്യക്തിയാണ് നബിയേ. അങ്ങ് ദുആ ചെയ്യൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല ഇല്ല സഹാബ ഇല്ല സഹാബ ഇന്നി റഅയ്തു ഫിന്നാർ. ഞാൻ അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായിട്ട് കാണുന്ന സഹാബത്തെ നബി തങ്ങൾ അറിയുകയാണ് കേട്ടോ, നബി തങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബ. ബിബുർദത്തിൻ, ഒരു പുതപ്പിന്റെ പേരിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ലഭിച്ച ഒരു പുതപ്പായിരുന്നു ആ സഹാബി എടുത്തു വെച്ചത്. അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു കേട്ടോ. എത്രത്തോളം എന്ന് വെച്ചാൽ ലാ യുസാവി ദിർഹമേ, 2 രൂപ പോലും വിലയില്ലാത്ത, 2 ദിർഹമിന് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ്, അതൊരു ജൂതന്റെ പുതപ്പായിരുന്നു. ആ ജൂതന്റെ പുതപ്പ് ഒരു മുസ്ലിമായ സഹാബി എടുത്തു വെച്ചതിന്റെ പേര് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സഹാബാ അദ്ദേഹം നരകത്തിൽ കിടക്കുന്നതായി ഞാൻ കാണുന്നു സഹാബാ. നബി തങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് സഹാബാക്കൾക്ക് വിഷമം തോന്നിയിട്ട് അദ്ദേഹത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോ ആ കെട്ടിൽ നിന്ന് ഒരു ജൂതന്റെ 2 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത ഒരു കീറിയ പുതപ്പ് ഞങ്ങൾ കണ്ടുപോയി സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ ആ 2 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത അന്യമതക്കാരന്റെ ആ പണത്തിന്റെ പേരിൽ അദ്ദേഹം നരകത്തിലാണെന്ന് നബിയുനാ ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. അയ്യപ്പന്റെയും ചങ്കുണ്ണിയുടെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വല്ല അടിച്ചു മാറ്റാവോ? പാടില്ല. അവന് ഒരുക്കാനുള്ള പൈസ കൊടുത്തിരിക്കണം. അവൻ ഹിന്ദുവല്ലേ, അവൻ ക്രിസ്ത്യാനിയല്ലേ, അവൻ ജൂതനല്ലേ? ഇവിടെ ജൂതന്റെ പുതപ്പെടുത്ത് വെച്ചതിന്റെ പേരിൽ നരകം. നബി തങ്ങൾ പറഞ്ഞു ആ പുതപ്പ് അദ്ദേഹത്തിന് തീയായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഒരു സഹാബി ഓടി വരികയാണ്. ഒരു ചെരുപ്പിന്റെ കഷണം എടുത്തിട്ട് പറയുകയാണ് യാ റസൂലല്ലാഹ് അസബതു ഖൈബറ. ഈ ചെരുപ്പിന്റെ ഒരു കഷണം ഖൈബറിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ എടുത്തു വെച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ശിറാക്കും മിന്നാർ, ഈ കഷണം നരകത്തിന്റെ തീയാണ്. മറ്റൊരു സഹാബി ഓടി വരികയാണ്, ഒരു ജോഡി ചെരുപ്പുമായി കടന്നു വരുന്നു. അസബതു ഖൈബറ, നബിയേ ഈ 2 ചെരുപ്പ് ഞാൻ എടുത്ത് ഒളിപ്പിച്ചു വെച്ചുപോയി ഖൈബറിൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ശിറാക്കാനി മിന്നാർ, ഈ 2 ചെരുപ്പും നരകത്തിന്റെ 2 ഘടകങ്ങളാണ്. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പള്ളിയിൽ നിന്ന് ചെരുപ്പെടുത്തോണ്ട് പോകുന്നവർ നാളെ ഇതേപോലെ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. നാളെ കൊണ്ടുവരും. അതൊക്കെ ചെറിയ കളിയല്ല ഇത്. സ്വർഗത്തിൽ പോകാനാണ് ബഹുമാനപ്പെട്ട മഹാന്മാര് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഔലിയാക്കളായി മാറിയത്, ആരിഫീങ്ങളായത്, ഔലിയാക്കളായി. ഇന്ന് നമ്മൾ അവരെയൊക്കെ പുകഴ്ത്തുന്നത് എന്തുകൊണ്ട്? അവരൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അവര് തൃപ്തിപ്പെട്ടു, അവര് ഹറാമ് സൂക്ഷിച്ചു, ഹലാലിനെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഒരു തന്റെ മാതാവ് ഹലാലായ ഭക്ഷണമല്ലാത്ത ഭക്ഷണം കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഒരു ഉമ്മ ഒരു കുട്ടിയെ വളർത്തിയെടുക്കേണ്ടത്.
വഴിതെറ്റിപ്പോകുന്ന യുവാക്കൾ, നമ്മുടെ മക്കൾ, ഈ പിഞ്ചോമനകൾ വഴിതെറ്റിപ്പോകാനുള്ള കാരണം ആരാ? ഉമ്മ. ഞാൻ 100 വട്ടം പറയുന്നു, ഉമ്മ. ലോക ചരിത്രത്തിൽ കുട്ടികളെ നന്നാക്കിയതിന്റെ പങ്ക് ഉമ്മയ്ക്കുണ്ട്. ലോക ചരിത്രത്തിൽ കുട്ടികൾ പിഴച്ചുപോയതിന്റെ ഉദാഹരണവും ഇസ്ലാമിലുണ്ട്, ഖുർആനിലുണ്ട്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. പിഴച്ചുപോയ 2 ഉമ്മയെ കുറിച്ച് ഖുർആൻ പറയുകയാണ് കേട്ടോ. അതാരാണ്? സാധാരണ ഔലിയാക്കളുടെ ഭാര്യമാരല്ല കേട്ടോ. ലോകത്ത് 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം, സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ഭാര്യമാരെ കുറിച്ച് ഖുർആൻ പറയുകയാ. അവര് 2 പേരും സാലിഹീങ്ങളായ 2 ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു കേട്ടോ. പക്ഷേ ഫഖാനതാഹുമാ, അവർ 2 പേരും തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചതിന്റെ പേരിൽ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് അവർക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. വഖീല ഉദ്ഖുലുൻ നാര മഅ ദാഖിലീൻ, അവരോട് പറയപ്പെട്ടു നിങ്ങൾ നരകാവകാശികളോടൊപ്പം നരകത്തിൽ പ്രവേശിക്കണേ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ മഹാനുഭാവന മക്കളുണ്ടായിട്ട് അതിലൊരു മകനല്ലേ പിഴച്ചു പോയത്. ആ മകൻ പിഴയ്ക്കാൻ കാരണം ഉമ്മയാണ്. ഈ ഉപ്പയെ അനുസരിക്കാൻ പോകുമ്പോ ഈ ഉമ്മ ഈ മകനോട് പറയുകയാ, മോനെ നീ അദ്ദേഹത്തെ അനുസരിക്കരുത് കേട്ടോ, വാപ്പ പറയുന്നതൊന്നും നീ കേൾക്കണ്ട കേട്ടോ. ഉമ്മ തിരിവെച്ചു കൊടുത്തു. അയാളതൊന്നും പറയുന്നത് കേൾക്കണ്ട. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനൊന്നും കേൾക്കണ്ട, അതൊന്നും കേൾക്കണ്ട, വാപ്പാട്. ഉമ്മയാണ് നടത്തേണ്ടത്. ഉമ്മാന്റെ മടിയിൽ ആദ്യത്തെ മദ്രസാല ഉമ്മ. എന്തുകൊണ്ടാണ് ഉമ്മക്ക് ഇത്ര സ്ഥാനം ഇസ്ലാം നൽകുന്നത്? ഉപ്പക്ക് പോലും ഇല്ല. ഉപ്പക്കില്ല ഇത്ര സ്ഥാനം. മാതാപിതാക്കളെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അതിൽ ഉമ്മയുടെ സ്ഥാനമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. വവസ്സൈനൽ ഇൻസാൻ ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ وفصاله في عامين أن اشكر لي ولوالديك إلي المصير. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. അല്ലാഹു തആല ഉപദേശിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങൾ കാണണേ. മക്കളെ അവരെ ആദരിക്കണേ, ബഹുമാനിക്കണേ, ആക്ഷേപിക്കല്ലേ, അധിക്ഷേപിക്കല്ലേ എന്ന് അല്ലാഹു ഉപദേശിച്ചിട്ട് തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് ഉമ്മയുടെ മഹത്വമാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, നിന്റെ ഉമ്മ നിന്നെ ചുമന്നത് കഷ്ടത്തോടെ കഷ്ടം സഹിച്ചിട്ടാണ് കേട്ടോ. വവളഅതു കുർഹാ
വളരെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് ഈ ഉമ്മ 10 മാസം നിന്നെ കൊണ്ട് നടന്നിട്ട് വേദനയോടെയാണ് നിന്നെ പ്രസവിച്ചതെങ്കിൽ ആ ഉമ്മയോട് നീ നന്ദികേട് കാണിക്കരുതേ മകനെ. ആ ഉമ്മയോടും ഉപ്പയോടും നീ നന്ദിയുള്ളവനാകണേ മകനെ. ആ പരിശുദ്ധമായ ഖുർആനിൽ ഉമ്മയുടെ മഹത്വമാണ് എടുത്തു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇരിക്കുന്ന സ്ത്രീകളോട്, ഈ ഉമ്മമാരോട്, മാതാക്കളോട് ഒരു പ്രത്യേകമായ ഉപദേശം നൽകിയിട്ടുണ്ട് കേട്ടോ. മഹദിയായ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ്. യാ ആയിഷ, മാ മിൻ ഇംറഅത്തിൻ തഹബിലു മിൻ സൗജിഹാ ഇല്ലാ വലഹാ ഹീന തഹബിലു അജ്റു സ്സായിമി ബിന്നഹാരി വഅജ്റുൽ ഖായിമി ബില്ലൈൽ വൽ ഗാസി ഫീ സബീലില്ലാഹ്. ഗർഭം എന്ന് പറയുമ്പോ അത് സർവ്വസാധാരണമായി കാണണ്ട കേട്ടോ. ഗർഭിണികളെന്ന് പറഞ്ഞാൽ അവർക്കുള്ള മഹത്വം ഇസ്ലാം വിവരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഇരിക്കുന്ന ഈ ജംഗ്ഷനിൽ ഇരിക്കുന്ന ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും താൻ ഗർഭിണിയാണ്, തന്റെ മഹത്വം എന്തെന്നറിയുമോ പെങ്ങളെ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് മഹദിയായ ആയിഷ ബീവിയോട്, ആയിഷേ നീ പറയണേ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചാൽ ഹീന തഹബിലുഹാ, അവൾ ഗർഭം ധരിച്ച സമയം മുതൽ അവൾ പ്രസവിക്കുന്ന സമയം വരെ ഈ 9-9.5 മാസക്കാലത്തോളം ആ ഗർഭിണിയായ പെണ്ണിനുള്ള കൂലി എന്തെന്നറിയോ? വലഹാ മിസ്ലു അജ്രി സായിമി ബിന്നഹാർ. പകൽ സമയം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണ് 9.5 മാസക്കാലത്തോളം ഒരു ഗർഭിണിയായ പെണ്ണ് തുടരെ നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. തീർന്നില്ല പെങ്ങളെ, വഅജ്റുൽ ഖായിമി ബില്ലൈൽ, പാതിരാ സമയത്ത് 9.5 മാസക്കാലത്തോളം നീ രാത്രി നിന്ന് നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തപ്പെടുക. തീർന്നില്ല പെങ്ങളെ, അൽ ഗാസി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ സർവസന്നാഹങ്ങളോടുകൂടി സമരത്തിൽ പങ്കാളിത്തം വഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഗർഭിണി പെണ്ണിന് കിട്ടുന്ന പ്രതിഫലം 9.5 മാസം പകൽ സമയത്ത് നോമ്പ്, രാത്രി നിസ്കരിച്ചതിന്റെ പ്രതിഫലം. റമദാൻ മാസത്തെ നോമ്പെടുക്കാൻ പെടുന്ന പാട്, രാത്രി തറാവി നിസ്കരിക്കാൻ പെടുന്ന പാട്. ഊളയിടാണ് തറാവി നിസ്കരിക്കുക. ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിക്കും, ബാക്കി അവൻ സിറ്റൗട്ടിൽ പോയിരിക്കും, അവസാനത്തെ 2 റക്അത്തിൽ നിസ്കരിക്കും. ഉഡായിപ്പന്മാരുടെ നോമ്പിന്റെ കൂട്ട്. തലനോമ്പ് 3 പിടിക്കും, 27-ന്റെ അന്ന് ഒരു നോമ്പും പിടിക്കും. ഇപ്പൊ 27, 3 എത്രയായി? വളരെ പെട്ടെന്നാണ് അല്ലേ? തിരക്കുള്ള യാസീൻ ഓതുന്നത് പോലെ. യാസീൻ അൽ ഖുർആനിലെ കലമൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. യാസീൻ പരിപാടി വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ ഇതല്ലേ. നമ്മുടെ സഹോദരിമാർക്ക് നോമ്പ്, അവര് റമദാൻ മാസത്തിലെ ഖളായി നോമ്പ് വീട്ടാറില്ല. ഇപ്പൊ 6 മണിയാ മഗ്രിബ്, പിടിച്ചോ, നല്ല സമയം, മഴയുണ്ട്. 5 മണി to 6 മണി വരെ നോമ്പ് പിടിക്കാം. ഖളാ വീട്ടിക്കോ. നിങ്ങള് എത്ര നോമ്പ് നീ ഖളാക്കിയിട്ടുള്ളോ അത് വീട്ടിക്കോ. മക്കളോടും പറ, ഖളാ വീട്ടാൻ പറ. ഇപ്പൊ നല്ല സമയമാണ് 6 മണിക്ക്. മറ്റേ 6:50 വരെ പോകണം. 50 മിനിറ്റ് ഉള്ള കൺസിഡർ ചെയ്ത് തന്നിരിക്കുകയാണ്. ഒരു സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റാത്ത പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല എഴുതി കൊടുക്കണം. കാരണം ആ ഗർഭം ധരിക്കുമ്പോൾ അതിൻ്റെതായ ത്യാഗമുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊല്ലാം അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഗ്യാസ് കയറുമ്പോ അങ്ങനെയുണ്ട് നമ്മുടെ അവസ്ഥ. ഗ്യാസ് കയറുമ്പോ അങ്ങനെയുണ്ട്. ഗ്യാസ് കയറുമ്പോ അത് കുറച്ച് സമയം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇച്ചിരി ഇഞ്ചി നീരോ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ അടിച്ച് അതങ്ങ് തീരുമ്പം 2 ഗ്യാസ് പടപടാന്ന് പൊട്ടുമ്പോ പൊക്കാൻ പോകുന്ന പോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവന്റെ കാര്യം തീർന്നു. എന്നാ ഇത് മറ്റേതോ അങ്ങനെയാണോ? തീരുന്ന കേസാണോ? ഒന്ന് കിടക്കാൻ പറ്റുമോ? ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്ന് മെല്ലെ ചരിയണം.
വലത്തോട്ട് ചരിയണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് മെല്ലെ ചരിയണം. കമിഴ്ന്ന് കിടക്കാൻ പോലും പറ്റൂല. നിവർന്ന് കിടക്കുമ്പോ നടുവിന് വല്ലാത്ത വേദനയാണ്. നടുവ് വേദന സഹിക്ക വയ്യാതെ തൊട്ടടുത്ത് കിടക്കുന്ന മച്ചയോട്, ഭർത്താവിനോട് ഒന്ന് പറഞ്ഞാലോ, ഇക്ക ഒന്ന് തടവി തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ അദ്ദേഹം വലിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക? പാവം പെണ്ണ് സ്വന്തം കൈകൊണ്ടങ്ങ് തടവും. പാവം ഇക്ക ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണ്. അങ്ങനെ കിടക്കട്ടെ. പെണ്ണുങ്ങളെ കഷ്ടമാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവരെ നമ്മൾ നോക്കുമ്പോ ഇക്ക ഭയങ്കര ഉറക്കം, പാവം, വേണ്ട, നടുവ് സഹിക്കാൻ വയ്യ. എന്നാലും അവള് പറ്റുന്ന കൈകൊണ്ട് ഇക്കായെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിട്ട് രാവിലെ പറയും, എനിക്ക് ഭയങ്കര നടുവ്, നീ എന്താണ് എന്നെ വിളിക്കാൻ? എന്നെ വിളിച്ചൂടെ, ഞാൻ നമുക്ക് തടവി തരൂല്ലേ? ഓ, ഇക്ക ഞാൻ ഒന്ന് വിളിക്കാൻ വേണ്ടി തരുന്നപ്പോ കുളത്തിൽ കിടന്ന് മുക്കറിടുന്ന പോലെ. ഞാൻ എങ്ങനെ ഇക്ക ഇത് കണ്ടിട്ട് വിളിക്കാനെ? ഇക്ക ഞാൻ പിന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് തടവി. അല്ലേ? ആ സഹോദരിമാർക്ക് അങ്ങനെയല്ലേ? അവർക്ക് പാവം 4 മണിക്ക് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾക്ക് ചാപ്പാടുണ്ടാക്കി കൊടുക്കും. നമ്മൾ ആ സമയത്ത് ആലോചിച്ച് നോക്കി എത്ര പണിയാ അവരൊക്കെ ചെയ്ത്. നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും ഒന്നുമില്ല, എന്ത് ത്യാഗം അറിയോ. ഇതുകൊണ്ടായിരുന്നു. അപ്പൊ ഗർഭിണിയാകുമ്പോ അതിനും കൂടെ ചേർത്തിട്ട് ഈ പണിയൊക്കെ എടുത്തു. അപ്പൊ അള്ളാഹു തആല എത്ര കൂലി എഴുതി കൊടുക്കുക ആലോചിച്ച് നോക്കി. എത്ര കൂലിയാ നമുക്ക് കിട്ടോ? ഏതെങ്കിലും ഒരു പുരുഷന് 10 മാസത്തോളം നോമ്പെടുത്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നുള്ള ഇത് ഹദീസുണ്ടോ? ചവ്വായ കിട്ടും. നമ്മക്ക് എവിടെയാണ്? ഉണ്ടംപരി പപ്സ്, അതേ ഉള്ളു. നമ്മൾ മേടിച്ച് നോണം. ഇതൊക്കെ അള്ള എടുക്കാണ്. എന്നാ നിനക്ക് അള്ള തരും. ഗർഭപാത്രം എടുത്ത് നീ ഹിറ്റ് ചെയ്ത് പോയി അള്ളാഹു തരും. അപ്പൊ അവർക്ക് അള്ളാഹു എടുക്കാണ്. 9.5 മാസം വരെ നോമ്പെടുത്തതിന്റെ പ്രതിഫലം. രാത്രി നമസ്കരിച്ചിട്ട് കൂലി. അള്ളാന്റെ മാർഗ്ഗത്തിൽ ഷഹാദത്ത് തീർന്നില്ല. പെങ്ങളെ, നീ പ്രസവ വേദനയെടുത്ത് ആശുപത്രിയിലേക്ക് പോകുമ്പോ ലേബർ റൂമിലേക്ക് പ്രവേശിച്ചാൽ യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ അതാഹത് തൽഖൂ, ഏതെങ്കിലും ഒരു പെണ്ണിന് പ്രസവ വേദന എടുക്കുമ്പോ ബികുല്ലി തൽഖത്തിൻ ഇത്ഖു നസ്മാ, ഓരോ പ്രസവ വേദനയുടെ ഓരോ സമയങ്ങളിലും അവൾ അല്ലാഹ് അല്ലാഹ് എന്ന് വിളിക്കുമ്പോ അറേബ്യൻ രാജ്യത്ത് വില കൂടിയ അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വലിയ കൂലി. അടിമകളെ മോചിപ്പിച്ചാൽ ഏറ്റവും വലിയ കൂലിയാണ്. അപ്പൊ അറേബ്യൻ നാട്ടിൽ വില കൂടിയ അടിമയുണ്ട്, വില കുറഞ്ഞ അടിമയുണ്ട്. വില കുറഞ്ഞ അടിമ റഖബത്ത്, വില കൂടിയ അടിമ നസ്മത്ത്. അപ്പൊ വില കൂടിയ അടിമയെ അല്ലാഹു തആല കൊടുക്കും. അത് ആർക്കാണ്? ഈ പ്രസവ വേദന എടുക്കുമ്പോ അല്ലാഹ് 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 എന്നൊക്കെ വിളിക്കൂലേ? ആ വിളി എത്ര പ്രാവശ്യം വിളിച്ചോ മലക്കൾ രേഖപ്പെടുത്തും. 7 പ്രാവശ്യം വിളിച്ചപ്പോ പ്രസവിച്ചു. 7 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. അതുകൊണ്ട് പെണ്ണുങ്ങളെ വിളിച്ചോണം, ഇഷ്ടം പോലെ വിളിച്ചോ. ആ സമയത്ത് വിളിച്ചോണം. കിട്ടുന്ന ചാൻസ് പിന്നെ കിട്ടൂല. വെളി വന്നാൽ അത് കിട്ടൂല. പിന്നെ 2 മാസം 2 വർഷം പാല് കൊടുക്കണം. വൽവാലിദാതു യുർദിഉന ഔലാദഹുൻ ഹൗലൈനി കാമിലൈൻ. 2 വർഷക്കാലത്തോളം പാല് കൊടുക്കുമ്പോ ആ പെൺകുട്ടികൾക്ക് എന്താണ് അതിനുള്ള സവാബ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, യാ ആയിഷ മാ മിൻ ഇംറാത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുട്ടിക്ക് മുല കൊടുത്താൽ ബികുല്ലി റദഅത്തിൻ ഇത്ഖു റഖബാ, ഓരോ തുള്ളി മുലപ്പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തപ്പെടും. ആയിഷ 2 വർഷമേ 2 വർഷം പാൽ കൊടുക്കുമ്പോ പെണ്ണിന് കിട്ടുന്ന സവാബ് എത്രയാ? പക്ഷെ ഇന്നത്തെ കാലത്ത് പെണ്ണിന് കിട്ടുമെന്നറിയില്ല. ഇന്നത്തെ കാലത്ത് മൊത്തം സവാബ് പശുവിനായിരിക്കും കിട്ടുക. അന്ന് 2 മാസം കഴിഞ്ഞാൽ മൊത്തം പശു പോലല്ലേ ഒടുക്കി കൊടുക്കുക. പിന്നെ കിട്ടും ആർക്കെന്നറിയാം. മറ്റേ നിഡോ കമ്പനിക്കാരനും ആങ്കർ കമ്പനിക്കാരനൊക്കെ കിട്ടും. അത് സെറിലാക്ക് കലക്കി കൊടുക്കുകയല്ലേ കുട്ടിക്ക്. അതുകൊണ്ട് അതെങ്ങനെ സവാബ് കിട്ടും? കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാല് കൊടുക്കണം, മുലപ്പാൽ കൊടുക്കണം. അതിന് മുലപ്പാൽ അല്ലെങ്കിൽ അതിനുള്ള വഴി കണ്ടെത്തണം, അതിനുള്ള മരുന്ന് കഴിക്കണം, അതിനുള്ള ദുആ ചെയ്യണം. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർക്കറിയാലോ. അപ്പൊ അതിന്റെ സവാബ് ഓരോ തുള്ളി പാലിനും ഓരോ അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം. എന്നിട്ടോ തീർന്നില്ല. ഫൈദാ ഫാത്തിമത്ത്, മുലകുടി പ്രായം കഴിഞ്ഞാൽ
നാദാ മുനാദിൻ മിനസ്സമാ, ആകാശത്ത് നിന്നൊരു മലക്ക് വിളിച്ചു പറയുമത്രേ, അയ്യത്തുഹൽ മർഅതു, ഏ പെണ്ണേ, ഇസ്തഇനിഫി ഫഖദ് കഫൈതിൽ അമല ഫീമാ മളാ, കഴിഞ്ഞ ദിവസം വരെ നീ ചെയ്ത അമലുകളെല്ലാം നിർത്തിക്കൂ, അല്ലാഹു അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നിരിക്കുകയാണ്. വസ്തഅനിഫി അൽ അമല ഫീമാ ബഖിയ, ഇനിയുള്ള ഭാവി ജീവിതത്തിന് വേണ്ടി നീ ഇനി അമലുകൾ പുതുതായി തുടങ്ങിക്കോ. ഒരു പെണ്ണ് ഗർഭം ധരിച്ച് മുല കൊടുത്ത് പ്രസവിച്ച് മുല കൊടുത്ത് ഈ 30 ദിവസം 30 മാസം വരെ ഇവൾ ഈ ത്യാഗം സഹിക്കുമ്പോ അല്ലാഹു തആല അന്ന് പറയണ മുഴുവൻ പാപങ്ങളും ക്ലിയർ ചാറ്റ് ഡിലീറ്റ് ആക്കി. അതാണ് ഈ പ്രസവിച്ച പെണ്ണുങ്ങളുടെ മുഖത്ത് നല്ല ഐശ്വര്യം. പാവം പുറത്തു കൊടുത്തു. ഹജ്ജിനൊക്കെ പോയിട്ട് വരുമ്പോ എന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ, അതാണ് അതിന്റെ ഭാഗ്യം കിട്ടിയത്. അപ്പൊ ഈ ഉമ്മാക്ക് അല്ലാഹു തആല ഇത്ര മഹത്വം കൊടുക്കാൻ കാരണം എന്താ? 3 കാരണം. 1 ഹംലെ, ഗർഭം ചുമക്കുക. 2 വിലാദത്ത്, പ്രസവിക്കുക. 3 ഇർളാഅ്, മുല കൊടുക്കുക. ഈ 3 ബാധ്യത ഉപ്പാന്റെ ബാധ്യതയല്ല, ഉമ്മാന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഉമ്മയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളുടെ മടിത്തട്ടിൽ വളർന്നു വരുന്ന ഈ മക്കൾക്ക് നിങ്ങൾ ആയത്തുകൾ ഓതി കൊടുക്കണേ, നല്ല വാക്കുകൾ പറഞ്ഞ് ശീലിപ്പിക്കണേ, അവരെ തർബിയത്തും തസ്കിയത്തും കൊടുത്ത് നിങ്ങൾ വളർത്തണേ. അവരെ മടിയിൽ വെച്ചിട്ട് നിങ്ങൾ സിനിമ കാണരുതേ, അവരെ മടിയിൽ വെച്ചിട്ട് നൃത്തം കാണരുതേ, അവരെ മടിയിൽ വെച്ചിട്ട് സീരിയൽ കാണല്ലേ. ഈ കുഞ്ഞുമക്കളുടെ കൽബിലേക്ക് ഇത് പെട്ടെന്ന് സേവിങ് ആവും കേട്ടോ. പിന്നീട് ഈ കുട്ടി വളർന്നു വന്നാൽ ഈ ഉമ്മയെ അനുസരിക്കില്ല പെങ്ങളെ. ഇത് വെറും ഒരു വാക്കല്ല കേട്ടോ. അതാണ് മഹാന്മാര് പറയുന്നത്, ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ ആ ഗർഭത്തെ ശിശുവിനെ ഉള്ളിൽ വെച്ചിട്ട് അവള് ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, തസ്ബീഹുകൾ നടത്തണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. എങ്കിൽ ആ പൊന്നുമകൻ വളർന്നു വരുമ്പോ ഈ മാതാപിതാക്കൾക്ക് ഗുണമുള്ള മകനായി വളർന്നു വരും. അങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇതാ ആഴക്കടലിൽ മുങ്ങിത്താഴുമ്പോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ് തന്റെ മകനിതാ ആഴക്കടലിലിതാ മുങ്ങിത്താഴുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മകന്റെ അരികിലേക്ക് വഞ്ചി, വള്ളം, കപ്പൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട്, പൊന്നുമോനെ കേറടാ, യാ ബുനയ്യ ഇർകം മാനാ വലാ തകും മഅൽ കാഫിരീൻ, നിഷേധികളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ. ഈ ഉപ്പയാണടാ വിളിക്കുന്നത്, കേറി വാടാ പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് ആ വാപ്പാന്ന് പോലും വിളിക്കാതെ ആ പിഴച്ചുപോയ മകൻ പറഞ്ഞു. അവൻ പറയുകയാണ്, സആവീല ജബലി യഅ്സിമുനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും പൽപ്പ്, ഏതെങ്കിലും മണൽപ്പറ്റിലോ കല്ലിലോ ഏതെങ്കിലും ഒക്കെ സൈഡിൽ ഞാൻ പിടിച്ച് രക്ഷപ്പെട്ടുകൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ പാട്ടിൽ പോ മനുഷ്യ. അവൻ പഴിച്ചുപോയി. ആരാ പഠിപ്പിച്ചത്? ഉമ്മയും പഴിച്ചു, മോനും പഴിച്ചു. എന്നാൽ പരിശുദ്ധമായ തന്റെ മടിയിൽ കിടത്തിയിട്ട് ഒരുമ്മ തന്റെ കുഞ്ഞിനെ വളർത്തിയ പാരമ്പര്യം ഇസ്ലാമിലുണ്ട് കേട്ടോ. ആരാണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ ബീവി ഹാജറ തന്റെ അരുമ മകൻ ഇസ്മായിലിനെ വളർത്തിക്കൊണ്ട് വന്നില്ലേ. വർഷങ്ങളായി മക്കളില്ലാതിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത പൊന്മുത്താണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ആ നിസ്വാർത്ഥതയുള്ള, ആ സൽസ്വഭാവിയായ, ആ സന്തോഷവും ആ സമാധാനവും സൗഹാർദ്ദവും നിറഞ്ഞ, സഹനശീലവും നിറഞ്ഞ മകനെ അല്ലാഹു
അല്ലാഹു ഹാജറ ബീവിക്ക് സമ്മാനിച്ചപ്പോ ആ പൊന്ന് പൈതലിന് വേണ്ടിയാണ് സഫാ മർവക്കടയിൽ അവൾ ഓടിയത് കേട്ടോ. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ഇന്ന് ഉംറയ്ക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ സഫാ മർവയിലൂടെ നിങ്ങൾ ഓടേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ഒരു പെണ്ണ് ഓടിയിട്ടുണ്ട് കേട്ടോ. അത് മഹതിയായ ഹാജറ ബീവിയാണ് കേട്ടോ. പക്ഷേ പുരുഷന്മാരെ, നിങ്ങൾ ആ പച്ച ലൈറ്റ് കാണുന്ന സ്ഥലത്ത് ഓടണം കേട്ടോ. നിങ്ങൾ ഓടിയേ മതിയാവും. കാരണം ആ സ്ഥലത്ത് കൊണ്ടുപോയി ആ ഭർത്താവ് അള്ളാന്റെ തീരുമാന പ്രകാരം മകൻ ഇസ്മായിലിനെയും മഹതിയായ ഹാജറയെയും നിക്ഷേപിച്ചിട്ട് പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉംറയ്ക്ക് പോകുമ്പോ ഓടിയേ മതിയാവോ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വലുതാവുകയാണ്. തർബിയത്ത് കൊടുത്തത് ഉമ്മയാണ്. അങ്ങനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. പക്വതയുടെ സമയമെത്തിയപ്പോ മഹാനായ പ്രവാചകൻ സ്വപ്നം കാണുകയാണ്. മോനെ, നിന്നെ അറുക്കണമെന്ന് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാം അന്നി അൽബഹു ഫൻദുർ മാദാ തറാ അന്നി അൽബഹുക ഫൻദുർ മാദാ തറാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിയുടെ അരികിലേക്ക് പോയിരുന്ന് ആ പൊന്നു മകൻ ഉറങ്ങുകയാണ്. മെല്ലെ ആ കവിളൊന്ന് ഉമ്മ വെച്ച് ആ നെഞ്ച് ആ തലയൊന്ന് തലോടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, പൊന്നു മോനെ, പൊന്നു മകനെ എന്നാണ് വിളിച്ചത്. യാ ബുനയ്യ, മകനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ നിന്റെ ഉപ്പ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു മകനെ. ഫൻദുർ മാദാ തറാ. ആ 10 വയസ്സുള്ള 12 വയസ്സുള്ള പൊന്നു മോനോടാണ് ഉപ്പ ചോദിക്കുന്നത്, നിന്റെ അഭിപ്രായം ഒന്ന് പറയണേ മകനെ. തെല്ലി ചിന്തിച്ചില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. എന്നെ അറുക്കാൻ പോവുകയാണോ ഉപ്പ എന്ന് പോലും ചോദിക്കാതെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്ന പൊന്നുമോൻ ആ ഉപ്പയെ വിളിക്കുകയാണ്. യാ അബത്തി, എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചി, എന്റെ പൊന്നുപ്പ, ഫഫഅൽ മാ തുമർ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അങ്ങ് വർത്തിച്ചോ. അതാണ് സാലിഹായ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നതിന്റെ ഗുണം. മോനെ വിളിച്ചിട്ട് നാളെ ഓതാൻ വിടാൻ പറ. ഞാൻ പോകില്ല. ഉമ്മ പഠിപ്പിച്ച് തെറ്റിപ്പോയി. എന്നാ ഒരു വിളിക്കണം, പള്ളിപ്പുറ മദ്രസപ്പുറ. ഞാൻ പോകാം ഉമ്മ. ഉമ്മ കൊടുത്ത തർബിയത്തും ഒക്കെ ആയി. മോനെ ഇവിടെ വേണം, ഇപ്പൊ വരാൻ സമയമില്ല, ഉമ്മമാടെ പഠിക്കോ. ഉമ്മയുടെ തർബിയത്ത് തെറ്റിപ്പോയി. മോനേടാ അവിടെ വേണം. എന്താ ഉമ്മ? ഉമ്മയുടെ തർബിയത്ത് ശരിയായി. വാപ്പല്ല, വാപ്പ സമ്പാദിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയിരിക്കാണ്. ഈ കുട്ടിയെ വളർത്താനും സംരക്ഷിക്കാനും സംസ്കരിക്കാനും ഉപ്പാക്ക് സമയമില്ല. അതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ ഈ ഉമ്മയോടൊപ്പമാണ് ഈ കുട്ടി വളരുന്നത്. ഉമ്മയോടൊപ്പമാണ് കുട്ടി വളരുന്നത്. അതുകൊണ്ട് ഉമ്മൻ അബുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഉമ്മൻ അബുൻ, ഉമ്മൻ അബുൻ അറബിയിൽ നമ്മൾ പറയുന്ന ഉമ്മുൻ അബുൻ. ഉമ്മൻ എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞ അബാ. എന്താണ് സ്കൂളിൽ പോയത്? എന്താണ് മദ്രസയിൽ പോയത്? സ്കൂളിൽ നിന്ന് ഒരു എക്സ്കർഷന് വിളിക്കുന്നു. പാപ്പിച്ച, സ്കൂളിൽ നിന്ന് എല്ലാവരും എക്സ്കർഷന് കൊണ്ടുപോകുന്നു. ഒരു 600 രൂപ വേണം. എക്സ്കർഷൻ മഴയും വെള്ളം പിടിച്ചെടുക്കുന്ന എക്സ്കർഷൻ. ഇവൻ കരഞ്ഞ് 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 നേരെ എങ്ങോട്ട് പോകും? അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഉമ്മ. എന്താ കാര്യം പറയണം? ഉമ്മയുടെ പാവാടയിലും കയറി പിടിച്ച്, ബ്ലൗസിലും കയറി പിടിച്ച് എല്ലാവരും എക്സ്കർഷനും പോകുന്നു. പാപ്പാട്ട് ബൈക്ക് തരുവില്ല, എന്നെ ഓടിച്ചു വിട്ട് എല്ലാരും പോകുന്ന ഉമ്മച്ചൊന്ന് വാങ്ങി തരുവോ? നീ കരയാതെ. ഉമ്മൻ എന്ന് പറഞ്ഞാൽ അമ്മ, ചേർത്ത് പിടിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ഉമ്മയുടെ അടുത്ത് ഉമ്മ കരയില്ല, ഉമ്മയുടെ അടുത്ത് ഉമ്മ കരയില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് പറഞ്ഞ ഉമ്മൻ, ഉമ്മ ചേർത്ത് പിടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കുട്ടിയും ഉമ്മ നിരാശപ്പെടുത്തൂല, ഒരു കുട്ടിയും ഉമ്മ വേദനിപ്പിക്കൂല. അടിച്ചാലും പോയിട്ട് പിന്നെ ഉമ്മ കൊടുത്ത് സ്വീകരിക്കും, അവൻ ആവശ്യമുള്ളതൊക്കെ കൊടുക്കും.
ഉമ്മ ചേർത്ത് വിളിച്ചിട്ട് പറയും കരയാതെ മക്കള് പോയി കിടക്ക്, ഞാൻ ഉപ്പിച്ചെടുത്ത് പറഞ്ഞ് ഞാനത് വാങ്ങിത്തരാം, ഉമ്മ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയും. അതാണ് ഉമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്രയും മഹത്വം. അതുകൊണ്ട് ഉമ്മാന്റെ കാലിനടി സ്വർഗം എന്ന് പറഞ്ഞത് വാപ്പാന്റെ കാലിനടി എന്ന് പറഞ്ഞു. വാപ്പ അവളെ ഇട്ടിട്ട് പോകാൻ സാധ്യതയുണ്ട്. അവളെ ഇട്ടിട്ട് പോയാലും ഉമ്മാണ് ഈ കുട്ടികളെ നോക്കേണ്ടത്, ഇല്ലേ? അവന്റെ കാലിന്റെ അടിയിൽ സ്വർഗം എന്ന് പറഞ്ഞതാ. നമ്മുടെ കാലിനടി ചെരുപ്പാണ്. മനസ്സിലായ? കുറഞ്ഞ കാര്യമല്ല, കുറഞ്ഞ കാര്യമല്ല. ഉമ്മ ഉമ്മ ഉമ്മ. അതുകൊണ്ടല്ലേ കുട്ടി പ്രസവിച്ചോടനെ പറയുന്നുണ്ടോ? എന്താ കരയുന്ന? അങ്ങനല്ലേ കൂടുതൽ എന്നല്ല കറിയാം. കുട്ടി എപ്പോ കഴിഞ്ഞാലും വിളിക്കുന്നത് ഉമ്മാന്നല്ലേ, ഉപ്പാന്നില്ല. കാരണം അറിയാൻ പറ്റില്ല മോനെ ഉപ്പ നിന്നെ ഇട്ട് പോകുന്നത് എപ്പോഴാന്ന് അറിയില്ല. ഇതൊക്കെ കയ്യാൽപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് സംഭവം. നല്ല ഉമ്മ ഉമ്മാന്ന് വിളി മൊത്തം. എപ്പോ കരഞ്ഞാലും അത്ര അടി കിട്ടിയാലും ഉമ്മ അടിച്ചാലും കരഞ്ഞാലും കുഞ്ഞു ഉമ്മ, അപ്പ അടിച്ചാലും കരഞ്ഞാലും ഉമ്മ, എല്ലാം ഉമ്മ ഉമ്മ. അവിടെ ഉമ്മ ഉമ്മയുള്ള സ്നേഹം, അതാണ് മാതാവിന്റെ മഹത്വം. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ഒരിക്കലെങ്കിലും തമാശയ്ക്ക് പോലും കുട്ടികൾക്കെതിരെ ദുആ ചെയ്യരുത് കേട്ടോ. ഉമ്മ വിളിച്ചിട്ട് വന്നില്ല, നിന്റെ ഒടുക്കത്തെ കളിക്കോ പണ്ടാരക്കാലം നീ ജീവിതത്തിൽ കളിക്കത്തില്ല, നീ ബാധ്യത ശരിയാക്കി തരാം. അവന്റെ ഒടുക്കത്തെ കളിയായിരിക്കും. ഉമ്മ ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അവന്റെ ചാമ്പല്യല്ലേ, പയ്യനല്ലേ, കൊച്ചല്ലേ, നീ പാവാറിയിട്ട് അവിടെല്ലാം കളിക്കാൻ പോയതാ. അന്ന് നീ നിന്റെ ഉമ്മ വിളിച്ചിട്ട് വന്നിട്ടില്ല. അപ്പൊ നിന്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. അപ്പൊ അവനെ സന്തോഷത്തോടു കൂടി അവനെ സ്നേഹിച്ച് വിളിക്കണം. അതാണ് അതിന്റെ രീതി. കുട്ടികളെ അവനെ സ്നേഹിക്കണം, കുട്ടികളെ എപ്പോഴും സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി അത്രയ്ക്ക് സ്നേഹിച്ചു. ഫാത്തിമ ബീവിയെ കണ്ടപ്പോൾ നബി എഴുന്നേറ്റു. നമ്മുടെ മക്കളെ കണ്ടെഴുന്നേറ്റുണ്ടോ? നമ്മുടെ മോളെ കണ്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് ചരിത്രമുണ്ടോ? ഫാത്തിമ എന്ന പൊന്നുമോളെ കണ്ടിട്ട് നബി എഴുന്നേറ്റു, ആദരിച്ചു, ബഹുമാനിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്ക് ബഹുമാനിച്ചു. സ്നേഹിക്കണം മക്കളെ, സ്നേഹത്തിന്റെ വാക്കുകൊണ്ട് അവരെ സ്വീകരിക്കണം. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം, നിർവഹിച്ചു കൊടുക്കണം. തിന്നാൻ പറ്റാത്ത സാധനം, കൊടുക്കാൻ പറ്റാത്ത സാധനം മക്കളെ പിന്നെ തരാൻ ആപ്പിച്ച പിന്നെ മേടിച്ചാൽ നമുക്ക് ഇപ്പൊ കയ്യിൽ പൈസ കൂട്ട. ഐസ്ക്രീം പറയുമ്പോൾ പറയണം മക്കളെ, അത് അങ്ങനെയല്ല, ഇപ്പൊ ഐസ്ക്രീം പറ്റില്ല, ഇപ്പൊ മര്യാദ ഉണ്ടാവില്ല, ഐസ്ക്രീം തൊട്ട വേദന കൊറോണ മിണ്ടാതെ കിടന്നോ കേട്ടോ, എന്റെ കുറെ ഐസ്ക്രീം അങ്ങനെ പറയരുത്. മക്കളെ പിന്നെ മേടിച്ചാലാക്കളെ ആപ്പിച്ചിക്ക് പൈസ എന്റെ പൊന്നല്ലേ ചക്കരല്ലേ രണ്ട് ഉമ്മാല കൊടുക്കും, അവൻ മിണ്ടല്ല. പിന്നെ കൂടുതൽ കളിക്കുമ്പോൾ മൊബൈൽ എടുത്ത് കൊടുത്തേച്ചാൽ മതി, സമാധാനം. അത് ഏറ്റവും വലിയ ഐസ്ക്രീം ഈ മൊബൈലാണ്. അതവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവന് വേറെ ഒരു സാധനം ദുനിയാവിൽ കണ്ട. അപ്പൊ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അത് ബാക്കി എഴുതി തന്നാൽ മതി, ഞാൻ ദുആ ചെയ്യുമ്പോൾ ലാസ്റ്റ് ചേർത്ത്. അപ്പൊ അത് ബാപ്പ പറഞ്ഞതനുസരിച്ച് ഉമ്മ പറഞ്ഞാണ്ട് തർബിയത്ത് കൊടുത്തപ്പോ അതനുസരിച്ച് ആ കുട്ടി വളർന്നു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉമ്മമാര് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരാണ്. വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഫോൺ എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാതാപിതാക്കൾ വാങ്ങി വെക്കണം. അത് വെക്കണം. അതാണ് ഏറ്റവും കൂടുതൽ നിടങ്ങേറി ഈ ഒരു സാധനമാണ്. എല്ലാം മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. പോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും നമ്മുടെ മക്കളെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ മക്കൾ ആഖിറത്തിൽ നമുക്ക് ഗുണമുള്ള മക്കളായി മാറണം. അതാണ് നമുക്ക് വേണ്ടത്. മക്കളും സമ്പത്തും ഫിത്നയാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ വാക്കായത് വെറുതെ അങ്ങനെ പറയുന്നില്ലല്ലോ. ഈ സമ്പത്തിലൂടെയാണല്ലോ ഈ മക്കളെ കഴിച്ചു പോണത്. ഈ സമ്പത്തിലൂടെയാണ് ഈ മക്കളെ കഴിച്ചു പോകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ മക്കൾ തന്റെ സമ്പത്ത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആഖിറത്തിന് വേണ്ടി മക്കൾക്ക് മാതാപിതാക്കൾ തന്നെ ചെയ്തു വെച്ചോണം. അതാണ് അവർ വേണ്ടത്. ഇന്ന് ഈ സമ്പത്ത് കൂടുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ലഹരി. എന്താണ് എന്റെ പിള്ളേന്താ പുലൂസ. സമ്പത്ത് ഫിത്നാൻ അല്ലാഹു പറഞ്ഞ വെറുതെയാണോ? 300 ഗ്രാം സാധനത്തിനൊക്കെ 1700 കോടി രൂപ. നമ്മൾ 1700 രൂപ കാണാൻ വേണ്ടി കൊതിക്കുന്നത്. 1700 കോടി രൂപ ഒരു പെട്ടിയോട്ടം വിളിക്കണം. ഒരു 300 ഗ്രാം സാധനത്തിന്. അതങ്ങാണ് ഒരു 3 കിലോ ആയിരുന്നെങ്കിൽ ടോറസിലെ പൈസ കയറുന്നുണ്ട്. എന്താ ഈ സാധനം നമുക്കും പിടി കിട്ടുന്നില്ല. ഇതെന്താണ് ഈ സാധനം എന്നറിയില്ല.
നമ്മളുടെ കുട്ടികളുടെ കൈകളിലെല്ലാം ഇത് തന്നെയായി പോയി സംഭവം. ഒരു പിടുത്തവും കിട്ടുന്നില്ല. പടച്ചവനെ വന്ന് കേക്കിനകത്ത് പ്ലംസ് കേക്കിൽ അതിനകത്ത് വരെ ഈ സാധനം എത്തി എന്നാ പറയുന്നത്. പടച്ചവനെ ഈ മക്കളൊക്കെ അതങ്ങാണ് കേക്കങ്ങാണ് തിന്നിട്ട് സാധനം എന്റെ രക്തമെന്ന് ആലോചിച്ച്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? മദ്യപിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് ഒന്നിന്റെ അതീത് മാത്രം പറയണം. വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. രണ്ട് സംഭവം മാത്രം പറഞ്ഞു നമ്മുടെ മക്കളെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയെ നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടടക്കിയാൽ ആ ബാക്കിയുള്ള ഖബറാളികൾക്ക് പോലും ശിക്ഷയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? എന്നാലോചിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ഫനൂ മൗതാകും വസതഖൗ മിൻ സാലിഹീൻ. കണ്ടോ? നിങ്ങളുടെ മയ്യത്തുകളെ സാലിഹീങ്ങളുടെ ഖബർസ്ഥാനിൽ അടക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വജന്നിബൂഹു ജാറസൂ. അഹങ്കാരികളുടെ മയ്യത്ത് ആ മുസ്ലിം ഖബർസ്ഥാനിൽ നിന്ന് മാറ്റിയടക്കണേ. സാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി പറയുകയാണ്, എന്റെ മകൻ മരണപ്പെട്ടു പോയി. ഞാൻ എന്റെ മകൻ കുഞ്ഞു പൊന്നുമോൻ, അവൻ 2 വയസ്സ് 3 വയസ്സിൽ എന്റെ മകൻ മരണപ്പെട്ടു പോയി. അവന്റെ മയ്യത്ത് ഞാൻ മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടടക്കി. കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം എന്റെ മകനെ ഞാൻ സ്വപ്നത്തിൽ കാണുമ്പോ അവന്റെ തലമുടി മുഴുവനും നരച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടി തലമുടി എവിടെ നരയ്ക്കാണ്? ആ കൊച്ചുകുട്ടിയെ കൊണ്ട് അടക്കി കുറെ നാളുകൾക്ക് ശേഷം ഞാൻ സ്വപ്നത്തിൽ നോക്കുമ്പോ ആ പൊന്നുമോന്റെ തലമുടി മുഴുവനും നരച്ചിരിക്കുന്നു. ഈ ഉപ്പ മകനോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, മകനേ, ദഫൻതുക വഅന്ത സഗീർ ഫമാ ശയ്യബക. മകനെ, നിന്നെ നിന്റെ ഉപ്പ അടക്കിയപ്പോ നിന്റെ തലമുടി നരച്ചില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഉപ്പ സ്വപ്നത്തിൽ കാണുന്നു നിന്റെ തലമുടി മുഴുവനും നരച്ചതായി. ഫമാ ശയ്യബക, നിന്നെ നരയിപ്പിച്ച വസ്തുത ഏതാണ് മകനെ? ഉടനെ ആ കുട്ടി പ്രതികരിക്കുകയാണ്, യാ ബത്തി, എന്റെ ഉപ്പ, ദുഫിന ഇലാ ജാനിബി റജുലുൻ മിമ്മൻ കാന യശ്റബുൽ ഖംറ. എന്റെ ഖബറിന്റെ അരികിലുള്ള ഒരു ഖബറിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയുടെ മയ്യത്താണ് കൊണ്ടുവന്നടക്കിയത്. അവന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് കൊണ്ടുവരുമ്പോ ആ നരകം ഭയങ്കരമായി ദേഷ്യപ്പെടുകയും ഭയങ്കരമായി അട്ടഹസിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉമ്മയോട് ഉപ്പയോട് ആ കുട്ടി പറയുകയാണ്, ഈ ഖബർസ്ഥാനിൽ ഏതെല്ലാം സാലിഹീങ്ങളുണ്ടോ, കുട്ടികളുണ്ടോ, അവരുടെ മുഴുവൻ പേരുടെ തലമുടി അതോടെ നരച്ചുപോയി. ഉപ്പാ, ഒരു മദ്യപാനിയെ കൊണ്ടുവന്ന് ആ പള്ളിയുടെ ഖബർസ്ഥാനിൽ അടയ്ക്കവേ ഉള്ളൂ. മുഴുവൻ പേർക്കും അതിന്റെ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയുണ്ടായി, നബിയേ, എന്തുകൊണ്ടാണ് ഈ ഖബർസ്ഥാനിൽ നിന്ന് വരെ മാറ്റി
കീഴടക്കാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ, അവരുടെ ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷയുടെ പ്രതിഫലനം മറ്റുള്ളവർക്കുണ്ടാകുമോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറില്ലേ? അതേ, സഹായിക്കാറുണ്ട് നബിയെ. അതേപോലെ തന്നെയാണ് അഹങ്കാരികളുടെ ഖബറിലേക്ക് ഇറക്കപ്പെടുന്ന ശിക്ഷയുടെ പ്രതിഫലനം മറ്റുള്ള ഖബറിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ തുസല്ലിമു അലാ ശർബത്തിൽ ഖംർ. മദ്യപിച്ച് വരുന്നവന്, ലഹരി ഉപയോഗിക്കുന്ന ഒരു മുസ്ലിം സഹോദരന് നിങ്ങൾ സലാം പറയരുതേ. വൈൻ മരിദ ഫലാ തഊദു. അവൻ രോഗിയായാൽ രോഗ സന്ദർശനം നടത്തരുതേ. വൈൻ മാത ഫലാ തുസല്ലു അലൈഹി. അവൻ മരിച്ചുപോയാൽ അവന്റെ ജനാസ നമസ്കരിപ്പിക്കരുതേ. കാരണം എന്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഫൈന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുദ്ലിഅൻ അലാ ലിസാനി മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി യസീലു ലുആബുഹു യഅരിഫുഹു കുല്ലു മൻ റആ കഅന്നഹു ശാരിബു ഖംർ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദ്യപിച്ച് വരുന്നവൻ, ലഹരി ഉപയോഗിച്ച് ചത്തുപോയവൻ നാളെ മഹ്ശറയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുന്നത് വിരൂപിയായ കോലത്തിലാ. പേപ്പട്ടിയുടെ നാവ് ഇറങ്ങിക്കിടക്കുന്നത് പോലെ അവന്റെ നാവ് നെഞ്ചിലേക്ക് താഴെ ഇറങ്ങിക്കിടക്കുമത്രേ. ആ നാവിന്റെ ഇരു സൈഡിൽ നിന്ന് ഈളയിറ്റീറ്റ് വീഴുമത്രേ. നാളെ മഹ്ശറിൽ വെച്ച് ഈ പേക്കോലം കാണുന്ന ഓരോ വ്യക്തികളും പറയുമത്രേ, കന്നഹു ശാരിബു ഖംർ. ദുനിയാവിൽ ലഹരി ഉപയോഗിച്ചവനാണ്. ദുനിയാവിൽ ലഹരി ഉപയോഗിച്ച ആഖിറത്തിൽ പോലും അടയാളം കാണും. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. മയ്യത്ത് പോലെ നിസ്കരിക്കരുതെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മായിദത്തിൻ യുശ്റബു അലൈഹൽ ഖംർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, വിശ്വാസികളുണ്ടെങ്കിൽ, മദ്യം വിളമ്പുന്ന കസേരയിലോ തീൻമേശയിലോ ബാറിലോ പോയിരിക്കരുതേ. ഇരിക്കരുതെന്ന് പറഞ്ഞ കള്ളടിക്കരുതെന്നല്ല. ബാറിൽ പോയത് ഷാപ്പിലെ കറി, കള്ള് ഷാപ്പിലെ കപ്പയും തലക്കറിയും അളിയാ, ഭയങ്കര ടേസ്റ്റ്. നാഗച്ചളയൻ, നീലച്ചളയൻ പോകുന്ന വഴി ജോലിക്കാല് കാട്ടിൽ ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു സഹോദരനോട് കാട്ടിൽ പോയപ്പോ, കാട്ടിൽ നിന്ന് ഇല്ല ആദിവാസികൾ വരുമല്ലോ, അവൻ ചോദിക്കുക, അണ്ണാ നീലച്ചളയനുണ്ടോ? അവർ ഇല്ല ഇല്ല. എന്താ നമുക്ക് മനസ്സിലായി, അമ്മയൊരു ഉടുമ്പിന്റെ വല്ല നെയ്വല്ലായിരിക്കും. അപ്പൊ കൂടെ നമ്മൾ വെച്ചാൽ പറയുന്നത് മറ്റേ ഐറ്റമാണോ? ഏത് ഐശ്വര്യറായി മൂളി വരും ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ പടച്ചവർ നമ്മുടെ മക്കളെയൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. അള്ള സഹായിക്കട്ടെ കേട്ടോ. അള്ളാഹ് സഹായിക്കട്ടെ, അള്ളാഹ് സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ സദഖ ചെയ്യുമ്പോൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. മാതാപിതാക്കളും ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടി. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം പിഴപ്പിക്കാതെ സാലിഹീങ്ങളായ സജ്ജനങ്ങളായ മക്കളാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.